ശ്രീകുട്ടനോട് പണിക്ക് പോകാൻ പറ. ആ സിനിമ എന്ന് പറഞ്ഞാൽ അതിന്റെ പുറകെ നടക്കണം. എന്താ ചോനോട് പറ. അതുപോലെ പണിക്കും പോയാക്കും പോകാൻ പറ. സിനിമ എല്ലാവർക്കും കിട്ടൂല, ലക്ഷത്തിൽ ഒരാൾക്കല്ലേ കിട്ടുള്ളൂ. നമ്മളതിനെ എത്ര നോക്കി കിട്ടണില്ല. അവനോട് വല്ല ജോലിക്ക് പോകാൻ പറ. ആ ശ്രീകുട്ടൻ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനല്ല, അവന് ഭാര്യയും മക്കളൊക്കെ ഉള്ളതല്ലേ. അവനോട് വല്ല ഷോർട്ട് ഫിലിം വല്ലതും പിടിക്കാൻ പറ. നമ്മുടെ ശ്രീകുട്ടനല്ലേ, നീയൊന്നും പറ അവനോട്. പറ ഷോർട്ട് ഫിലിം വല്ലതും പിടിക്കാൻ പറ അവനോട്. അവനെ കണ്ടല്ലേ അവന്റെ മക്കള് പഠിക്കണേ. അവനിങ്ങനെ ആയിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാനട്ടെ? അവനിങ്ങനെ ആയിക്കഴിഞ്ഞാൽ അവന്റെ മക്കളുടെ ഭാവി എന്താവും? എന്റെ ശ്രീകുട്ട വേറൊന്നും പണിക്ക് പോയിക്കൂടെ? ഈ ഫിലിമിന്റെ പുറകെ പോവാ. എനിക്ക് സിനിമയാണ് ഇഷ്ടം, അതല്ലേ എന്റെ പാഷൻ. എന്തെങ്കിലും എത്തും, അതല്ലേ നല്ല കാര്യം. ദൈവം അനുഗ്രഹിക്കട്ടെ. ഓക്കെ. വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. വിശേഷമൊന്നുമില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ വിളിച്ചു കിട്ടിയില്ല. കഴിഞ്ഞ ദിവസം എനിക്ക് കുറച്ച് റിയൽ എസ്റ്റേറ്റിന്റെ ബിസിനസ് ഉണ്ടായിരുന്നു, അപ്പൊ നമ്മളെ മറന്നതായിരിക്കും അല്ലേ? ശ്രീകുട്ട വിളിച്ചിട്ട് കിട്ടുന്നില്ലായിരുന്നല്ലോ. ഞാൻ കുറച്ച് റിയൽ എസ്റ്റേറ്റിന്റെ ബിസിനസ് ഉണ്ടായിരുന്നു, അപ്പൊ അതിന്റെ കുറച്ച് തിരക്കിലായിരുന്നു. നമ്മളൊക്കെ മറന്നല്ലേ? മറന്നതല്ല, ഞാൻ കല്യാണം കഴിഞ്ഞു. ലീലാമണിയായിട്ടുള്ള കല്യാണത്തിന് ശേഷം അറിഞ്ഞു. ലീലാമണിയെ കല്യാണം കഴിച്ചതും എന്നെ മറന്നതും ഒക്കെ ഞങ്ങൾ അറിഞ്ഞു. ഞാൻ പണ്ട് ശ്രീകുട്ടൻ ഒരുപാട് പഠനമായിട്ട് മേടിച്ചു എന്നെ മറന്നില്ലേ? അതൊക്കെ പണ്ടത്തെ കാലഘട്ടമല്ലേ. ഇപ്പൊ ഞാൻ കല്യാണം കഴിച്ച് എനിക്കൊരു 2 മക്കളുണ്ട്. അവരുടെ പഠിപ്പ് നോക്കണം. ഒരാൾ LKG, ഒരാള് ഫസ്റ്റ് സ്റ്റാൻഡേർഡിലൊക്കെ. അതുകൊണ്ട് എന്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് ഒരുപാട് പ്രയാസങ്ങളില്ല. ഒരുപാട് ഫ്രണ്ട്ഷിപ്പ് എനിക്ക് ഉണ്ടായിരുന്നു. എല്ലാവരുമായിട്ട് കാണാൻ ഉണ്ടായിരുന്നെങ്കിൽ പറ്റും. താൻ വിളിച്ചു കാണാമെന്ന് പറഞ്ഞു, അതൊക്കെ വന്നു. എന്നോട് സ്നേഹമുള്ളത് കൊണ്ടൊക്കെ തന്നെയാണ്. തന്റെ വിശേഷം പറഞ്ഞില്ല. ഞാനൊന്നും ഇങ്ങനെയൊക്കെ തന്നെ ആണോ? മറക്കാൻ പറ്റില്ല. തനിക്ക് ഒരുപാട് പശുക്കളൊക്കെ ഉണ്ടല്ലോ. കണ്ടില്ലേ, ഞാൻ കുറെ പശുക്കളൊക്കെ വളർത്തിങ്ങനെ നിൽക്കുക, ജീവിക്കുക. ശ്രീകുട്ടനൊക്കെ വലിയ എസ്റ്റേറ്റും റിയൽ എസ്റ്റേറ്റും ഒക്കെ ആയിട്ട് പോയില്ലേ? എന്നെ മറന്നു. നമ്മള് കല്ലും മുള്ളും പറഞ്ഞ വഴികളിലൂടെ ആയിരുന്നു നടന്നിരുന്നത്. പെട്ടെന്നൊരു നിമിഷത്തില് ഒരു നമ്മുടെ അപ്പരമ്മമാരായിട്ട് പൈസ ഉള്ളതുകൊണ്ട് അങ്ങനെ ജീവിച്ചു പോകുന്നല്ല. നമ്മള് അങ്ങനെ ഒരുപാട് പൈസയൊന്നും ഉണ്ടാക്കിയിട്ടല്ല അങ്ങനെ. പിന്നെ സിനിമയുടെ പുറകെ പോകുന്നു. പിന്നെ ഞാൻ കാണണമെന്ന് ആഗ്രഹിച്ചു. ശ്രീകുട്ടൻ വീണ്ടും വന്നു എന്നെ കാണാൻ. എന്റെ എന്ന് ഇത് തന്നെയാണ് ജീവിതം. ബാക്കി പശുക്കളെ വളർത്തുക, പോവുക. എന്താ വേണ്ടത്? ചായ ഉണ്ടോ? ചായ. ആ ചായ എത്ര? ആ ഓക്കെ ബാജു, 2 ചായ എടുത്തു. അവിടെ ഇരിക്കേ. പറഞ്ഞോ. വേണമെങ്കിൽ ചായക്ക് മധുരമുണ്ടോ? ഇല്ല. ദീപാവലിനെ കിട്ടിയില്ലായിരുന്നെങ്കിൽ നീ അത്രയ്ക്ക് സുന്ദരി. പിന്നെന്താ, എന്റെ വീട്ടുകാരെ നിന്നെ കെട്ടിക്കാൻ സാധിക്കും. ഞാനും ഒരുപാട് കഷ്ടപ്പെട്ടു. ശ്രീകുട്ടനെ വീണ്ടും കണ്ടുപിടിക്കാം. ചായ കുടിക്കും. വരുമ്പോ നിനക്ക് ഓക്കെ. என்னடி அஞ்சனா சௌக்கியமா இருக்கா? நல்லா இருக்குடா. ஏன்டா இது உடம்பெல்லாம் ரொம்ப வீர்த்து இருக்குடா. அது ஃபுட் ஜாஸ்தியா கைக்கற. சௌக்கியமாடா? சௌக்கியமா. சௌக்கியம். உங்களோட ஃபேஸ் மட்டும் டார்க்கா இருக்கு. എന്താ அப்படியா? ரொம்ப வெயில் தான்டா. இன்னும் நோக்கணுமா? என் தங்க குட்டி. என் செல்ல குழந்தாமி. ஓகே. ശ്രീകുട്ടാ, പടം ഇല്ലയാ? அந்த படம் என்னாச்சுடா? படம் ഒരുപാട് പ്രൊഡ്യൂസർക്ക് மட்டுமே ஸ்கோல் பண்றீங்க. ഒരുപാട് കാലമായില്ല. ഉടൻ നടക്കാ இருக்கு.
உடன் തന്നെ നടക്കാർക്ക് டைம் ரொம்ப ஜாஸ்தி எடுத்து போகல നമ്മള് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് മറ്റെങ്കിൽ ശ്രദ്ധ பண்ணுங்க സിനിമ மட்டும் വലിയ ഇൻട്രസ്റ്റ് ഉടൻ തന്നെ சினிமா இண்டஸ்ட்ரி பெரிய இண்டஸ்ட்ரிடா ஓன் பண்ணுடா அந்த படம் ஏண்டா இப்படி அர்ஜுன் சாருக்கு டேட் கிடைக்காத அர்ஜுன் சாருக்கு டேட் கிடைச்சாலே உடன் തന്നെ ஸ்டார்ட் பண்றாங்க அப்படியே நல்ல பிளேஸா ஓகே செகுடா ஓ படம் இல்லையா அது என்னாச்சுடா ஓன் ஆயிடுச்சா അത് ഉടൻ തന്നെ ഓണാർക്ക് ഒരുപാട് പ്രൊഡ്യൂസർക്ക് ഞാൻ കൂപ്പിട്ടിருக்கு അർജുൻ സാർക്ക് ഡേറ്റ് கிடைக்காத പുള്ളിയുടെ ഡേറ്റ് ജാസ്തി இருக்கு ரொம்ப டைம் இருக்குடா ഉടൻ തന്നെ ജനുവരി மட்டுமே அது தொடங்கணும் நடிச்சிருக்கு சரியா 2-3 months இருக்கு ஜனவரி ஏண்டா இப்படி அர்ஜுன் சாருக்கு டேட் பிரம்மாண்ட ஆக்டர் ஃபிலிம் ஆக்டர் அர்ஜுன் சாருக்கு டேட் தெரியும்டா பரவாயில்லடா எல்லாமே சரியாயிடும் கவலைப்பட வேணாம் எல்லாம் கடவுள் கடவுள் இருக்கு இல்லையா கடவுள் போதும் இந்த ஹியூமன்ஸ் எதுக்குடா இந்த ஹியூமன்ஸ் எல்லா ஹியூமன்ஸுமே சதி வஞ்சனை கண்டிப்பா எல்லாம் நடந்துருமே கடவுள் இருந்தாதான் ஓகே எப்படா எனக்கு வந்து ரொம்ப ஆசை இருக்குடா சொல்லட்டுமா சொல்லுக்கம்மா எனக்கு வந்து நடிக்கிறதுக்கு ரொம்ப ஆசைடா அதாவது சான்ஸ் இருந்தா உங்களோட ஃபிலிம் இல்லையா ஏதாவது சான்ஸ் கொடுறா உங்களுக்கு நல்ல கிளாமர் இருக்கு கண்டிப்பா நான் கொடுக்க மாட்டேன் நிஜமா கொடுக்கும் கடவுளே தேங்க்ஸ் உங்கள் மட்டுமே படத்துல ஹீரோயின் உங்கள் மட்டுமே ஃபர்ஸ்ட் ஹீரோயின் ஓகேவா கடவுளே தேங்க்ஸ்